വലിയ തിരക്കൊന്നുമില്ല. അപ്പോൾ ഇത് നമ്മളെ പഴയന്നൂർ ബ്ലോക്കിലെ കൃഷി വകുപ്പിൻ്റെ കീഴിൽ കാർഷിക എഞ്ചിനീയറിംഗ് വിഭാഗത്തിൻ്റെ കീഴിൽ അവർ നമ്മുടെ കർഷകരുടെ ഈ ചെറുകിട നാമമാത്ര കർഷകരുടെ ഈ കാർഷിക ഉപകരണങ്ങൾ ഏകദേശം 1000 രൂപ വരെ സ്പെയർ പാർട്സ് ചെലവ് വരുന്നതെല്ലാം പൂർണ്ണമായിട്ടും സൗജന്യമായിട്ടാണ് ഈ ഇതിൽ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ മറ്റേ എഞ്ചിനീയറിംഗ് ഓഫീസിൽ വന്ന അവരുടെ സെക്രട്ടറിമാർ സംസാരിക്കും. ഇത് കൃഷി അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓഫീസിൻ്റെ കീഴിലുള്ള സ്റ്റാഫുകളാണ് ഞങ്ങൾ. ഇത് ഇവിടുത്തെ ADAയുടെ കീഴിലാണ് ഈ ക്യാമ്പ് ഇവിടെ നടത്തുന്നത്. ചെറുകിട കാർഷിക യന്ത്രങ്ങളുടെ റിപ്പയറിംഗ് അടക്കം എല്ലാത്തരം പ്രവൃത്തികൾ 1000 രൂപ വരെ സബ്സിഡിയുള്ള പ്രവൃത്തികൾ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കൃഷി യന്ത്രവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം കൃഷി ചെയ്യാൻ ആളില്ലാത്തൊരവസ്ഥ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യന്ത്രവൽക്കരണം കാർഷിക മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ മെയിൻ്റനൻസാണ് കർഷകർക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. അപ്പോൾ ആ മെയിൻ്റനൻസ് കർഷകർക്ക് എളുപ്പമാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കാർഷിക എഞ്ചിനീയറിംഗ് വിഭാഗം ഏർപ്പെടുത്തിയ ഒരു പദ്ധതിയാണിത്. 1000 രൂപ വരെ സബ്സിഡിയോടുകൂടി കാർഷിക യന്ത്രങ്ങൾ നമ്മൾ റിപ്പയർ ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ മെയിൻ്റനൻസാണ് ഏറ്റവും പ്രശ്നമായിട്ടുള്ളത്. ചിലപ്പോൾ മേജറായിട്ടുള്ള കംപ്ലൈൻറ്റുകൾ ഉണ്ടാകും, ചിലപ്പോൾ നിസ്സാര കംപ്ലൈൻറ്റുകളെ ഉണ്ടാകുള്ളൂ. നമ്മൾ അത് പരിഹരിച്ച് തികച്ചും സൗജന്യമായിട്ട് 1000 രൂപയിലുള്ള സ്പെയർ പാർട്സുകൾക്ക് പൈസ ഒന്നും വാങ്ങാതെ കർഷകർക്ക് സേവനം ചെയ്യുന്ന ഒരു പദ്ധതിയാണിത്. കാർഷിക എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ കൃഷി അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓഫീസിലെ സ്റ്റാഫുകളുടെ മെക്കാനിക്കുമാരും ട്രാക്ക് ഡ്രൈവർമാരും ഉൾപ്പെടുന്ന ഒരു സംഘം തന്നെ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ ബ്ലോക്കുകളിലും പല AD ഓഫീസുകളിലും പല ബ്ലോക്കുകളിലും പല കൃഷിഭവനുകളിലും നമ്മൾ ഒത്തിരി ക്യാമ്പുകൾ ഇപ്പോൾ നടത്തി കഴിഞ്ഞു. ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇതിപ്പോൾ 18ാമത്തെ ക്യാമ്പാണ് ഇപ്പോൾ ഇവിടെ നടത്തുന്നത്. ഇനിയും അടുത്ത ദിവസങ്ങളിൽ വീണ്ടും പല സ്ഥലങ്ങളിലും ഓരോ സ്ഥലങ്ങളിലും നമ്മൾ ക്യാമ്പ് വച്ചിട്ടുണ്ട്. അവിടെയും ഇതുപോലെ തന്നെ മെഷീനറികൾ ഒത്തിരി വരുന്നുണ്ട്, നമ്മൾ റിപ്പയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതാണ്. വർഷത്തിലൊരിക്കലാണോ? അങ്ങനെയുണ്ടോ? അല്ല, അങ്ങനെയല്ല. നമ്മൾ വർഷത്തിലൊരിക്കലല്ല, നമ്മളൊരു സ്കീമാണിത്. ഇത്ര രൂപ ഫണ്ട് സർക്കാർ അനുവദിക്കും. സർക്കാർ അനുവദിക്കുമ്പോൾ ആ ഫണ്ടിനനുസരിച്ച് നമ്മൾ ഓരോ സ്ഥലത്തും എത്ര രൂപ നമ്മൾ ചിലവാകുന്നുണ്ട്, ആ ചിലവനുസരിച്ച് നമ്മൾ ഫണ്ട് വകയിരുത്തി ആ അനുവദിച്ചിട്ടുള്ള പൈസ മുഴുവൻ തീരുന്നത് വരെ നമ്മൾ സർവീസ് ക്യാമ്പുകൾ ഓരോ ADAയിലും ഓരോ കൃഷിഭവനിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ആ പൈസ സർക്കാർ അനുവദിച്ച പൈസ മുഴുവൻ തീരുന്നത് വരെ ഒരു ക്യാമ്പിന് ചിലപ്പോൾ 17,000 രൂപ, ചിലപ്പോൾ 20,000 രൂപ, ചിലപ്പോൾ 12,000 രൂപ, ചിലപ്പോൾ 8,000 രൂപ, ആ റേഞ്ചിലൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ആ ഫണ്ട് എത്രയാണ് അലോട്ട് ചെയ്യുന്നത്, ആ ഫണ്ടിനനുസരിച്ചുള്ള ക്യാമ്പുകളാണ് നമ്മൾ വയ്ക്കുന്നത്. അത് നമ്മൾ ഡേറ്റ് തീരുമാനിക്കും, ADAനെ വിളിച്ച് ചോദിക്കും. ADA ആ ദിവസത്തിൽ ബില്ലിംഗ് ആണെങ്കിൽ നമ്മൾ ആ ദിവസം ആ ADAയിൽ അല്ലെങ്കിൽ ആ കൃഷിഭവനെ വിളിച്ച്, ആ കൃഷി ഓഫീസറെ വിളിച്ച് അവർ ആ ദിവസം ബില്ലിംഗ് ആണെങ്കിൽ ആ ദിവസം നമ്മൾ സർവീസ് ക്യാമ്പ് വയ്ക്കും. അങ്ങനെയാണ് ഇത് നടത്തിക്കൊണ്ട് പോകുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും അതുപോലെ കൃഷി വകുപ്പിൻ്റെയും നേതൃത്വത്തിൽ നമ്മുടെ കർഷകർക്ക് ആവശ്യമുള്ള ഉപകരണങ്ങൾ സർവീസ് ചെയ്തു കൊടുക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇന്നിവിടെ നടന്നത്. വളരെ ഉപകാരപ്രദം തന്നെയാണ്. പല മെഷീനറീസും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കർഷകർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അത് പെട്ടെന്ന് അതിനെന്തെങ്കിലും തകരാറ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ കമ്പനികളെയൊക്കെ വിളിച്ച് അത് നേരെയാക്കാനും റിപ്പയർ ചെയ്യുന്നതിനൊക്കെയുള്ള തടസ്സം നേരിടുന്നത്. അപ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിലും അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ADAയുടെ നേതൃത്വത്തിലും ഇത്തരം ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചതിൽ അവരെ അഭിനന്ദിക്കുകയാണ്. അത് തീർച്ചയായും ഇത് കർഷകർക്ക് ഉപകാരപ്പെടും. എല്ലാവിധ